നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരുമ്പിലാവ് അൻസാർ സ്കൂളിൽ നിന്നും മാലിന്യം പുറത്തേക്ക് ഒഴുക്കി വിടുന്നതായി പരാതി. ഹോട്ടൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെ ശക്തമായ നടപടിയുമായി കുന്നംകുളം നഗരസഭ. സബ് ട്രഷറി ഡ്യൂട്ടിക്കിടെ സിമന്റ് തേപ്പ് അടർന്നു വീണ് പോലീസുകാരന് പരിക്ക്. കാവിലക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ നക്ഷത്ര വൃക്ഷത്തൈ നടൽ മാടമ്പ് കുഞ്ഞുകുട്ടൻ നിർവഹിച്ചു. പെരുമ്പിലാവ് സെന്ററിൽ ഹോട്ടൽ മാലിന്യം പുറത്തേക്ക് ഒഴുക്കി വിടുന്നതായി പരാതി. KBTA കാരുണ്യ യാത്രയിൽ ലഭിച്ച തുക വൃക്കരോഗിക്ക് കൈമാറി. വാർത്തകൾ വിശദമായി. പെരുമ്പിലാവ് അൻസാർ സ്കൂളിൽ നിന്നും മാലിന്യം പുറത്തേക്ക് ഒഴുക്കി വിടുന്നതായി പരാതി. അധികൃതരെയും നാട്ടുകാരെയും കബളിപ്പിച്ച് പെരുമ്പിലാവ് അൻസാർ സ്കൂളിൽ നിന്ന് കക്കൂസ് മാലിന്യം പുറത്തേക്ക് ഒഴുക്കി വിടുന്നതായി പഞ്ചായത്ത് അധികൃതർ കണ്ടെത്തി. സ്കൂളിനെതിരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വീഡിയോ ദൃശ്യങ്ങൾ സഹിതം പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ സെക്രട്ടറി മനോജ്, വൈസ് പ്രസിഡന്റ് KE സുധീർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുരേഷ്, റോബ്സൺ എന്നിവർ ഇന്ന് ഉച്ചയ്ക്ക് നടത്തിയ പരിശോധനകളിലാണ് അൻസാർ സ്കൂളിലെ മാലിന്യം പുറത്തേക്ക് ഒഴുക്കിവിടുന്നതായി കണ്ടെത്തിയത്. സ്കൂളിൽ നിന്നുള്ള മാലിന്യം ആരും കാണാത്ത വിധമാണ് പുറത്തേക്ക് ഒഴുക്കിവിട്ടിരുന്നത്. മാലിന്യങ്ങൾ ജലസംഭരണിക്ക് സമീപം ചിതറിക്കിടക്കുന്നുണ്ട്. നാട്ടുകാരുടെ പരാതി ശരിവെക്കുന്ന വിധമാണ് മാലിന്യം ചിതറിക്കിടന്നിരുന്നത്. കക്കൂസ് മാലിന്യം ഉൾപ്പെടെ പുറത്തേക്ക് ഒഴുക്കിവിടുന്ന സ്കൂളിനെതിരെ നോട്ടീസ് നൽകുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി മനോജ് അറിയിച്ചു. മാലിന്യം പുറത്തേക്ക് ഒഴുക്കിവിടുന്നത് അവസാനിപ്പിക്കുന്നതുവരെ സ്കൂൾ അടച്ചിടാൻ പഞ്ചായത്ത് സെക്രട്ടറി നിർദ്ദേശം നൽകി. മാലിന്യം പുറത്തെ കാനയിലേക്ക് ഒഴുക്കിവിടുന്നത് അടയ്ക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ആരും കാനുണ്ടാക്കി കാന കെട്ടിയിട്ടൊന്നും മഴവെള്ളം ഇവിടെ വിടുന്നില്ല. മഴവെള്ളം ഇതിലേക്ക് നേരെ മോട്ടോർ വെച്ചിട്ട് പുറത്തേക്ക് വിടുക. അത് മഴ പെയ്യുമ്പോ മാത്രല്ല, ഇത് ഇപ്പോഴും വന്നോണ്ടിരിക്കുകയാണ് വെള്ളം. മലിനജലം പുറത്തേക്ക് വരുന്നത് ഇന്ന് തന്നെ നിർത്തിവെക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം സെക്രട്ടറി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിലാണ് വേസ്റ്റുകൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് നാളെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ സ്ക്വാഡ് നാളെ പരിശോധിച്ച് അതിനുള്ള മറ്റു നടപടികളാകും. ഹോട്ടൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെ ശക്തമായ നടപടിയുമായി കുന്നംകുളം നഗരസഭ. പകർച്ചവ്യാധികൾ തടയാൻ കുന്നംകുളം നഗരത്തിലെ ഹോട്ടൽ, സ്റ്റേഷനറി കടകളിൽ നിന്ന് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം കർശനമായ മുന്നറിയിപ്പ് നൽകി. ഇന്ന് വിളിച്ചു ചേർത്ത ഹോട്ടൽ ഉടമകളുടെ യോഗത്തിലാണ് നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ ബാലസുബ്രഹ്മണ്യൻ ഹോട്ടൽ ഉടമകൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. ഹോട്ടലും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. ഹോട്ടലുകളിൽ നിന്ന് പുറത്തേക്ക് വിതരണം ചെയ്യുന്ന ഭക്ഷണം പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞു കൊടുക്കുന്നത് ഒഴിവാക്കണം. ഹോട്ടൽ ജീവനക്കാരായ എല്ലാവർക്കും ഹെൽത്ത് കാർഡുകൾ നിർബന്ധമാണ്. 21 സീറ്റുകൾക്ക് അധികമുള്ള ഹോട്ടലുകളിൽ കക്കൂസ് നിർബന്ധമാണ്. ഹോട്ടലുകളിൽ നിന്നുള്ള മാലിന്യം പുറത്തേക്ക് ഒഴുക്കിവിടരുത്. ഹോട്ടലുകളിൽ നിന്നും മാലിന്യം നഗരസഭ സ്വീകരിക്കുന്നുണ്ട്. ജൈവ മാലിന്യത്തിൽ പ്ലാസ്റ്റിക് ഒഴിവാക്കണം. പ്ലാസ്റ്റിക് മാലിന്യം ഹോട്ടലുകാർ തന്നെ ഉണക്കി സൂക്ഷിക്കണം. ഇത് നഗരസഭ ശേഖരിക്കും. പ്ലാസ്റ്റിക് കവറുകളിൽ ഹോട്ടലുകളിലെ ജൈവ മാലിന്യം നിക്ഷേപിച്ചാൽ അവ നഗരസഭ കുടുംബശ്രീക്കാർ സ്വീകരിക്കില്ലെന്നും ആരോഗ്യ വിഭാഗം വ്യക്തമാക്കി. സ്റ്റേഷനറി കച്ചവടക്കാർ കെട്ടിടങ്ങളിലെ സൺഷെയ്ഡുകളിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയുന്നത് നിർത്തണമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം ആവശ്യപ്പെട്ടു. കടകളുടെയും ഹോട്ടലുകളുടെയും പരിസരത്ത് വെള്ളം കെട്ടി നിർത്തരുത്. പരിസരം വൃത്തിയായി സൂക്ഷിക്കാൻ ഉടമസ്ഥർ തയ്യാറാകണം. ചെരുപ്പ് കടകൾ, സ്റ്റേഷനറി കടകൾ, മെഡിക്കൽ ഷോപ്പുകൾ എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറത്തേക്ക് എറിയുന്നത്. ഹോട്ടലുകൾ ജാഗ്രത കാണിച്ചില്ലെങ്കിൽ ഏതു സമയത്തും പരിശോധന നടത്തി നടപടിയെടുക്കുമെന്ന് ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. നഗരത്തിലെ മാലിന്യം വർദ്ധിക്കാൻ കാരണം വഴിയോര തട്ടുകടകളാണെന്ന് ഹോട്ടൽ ഉടമകൾ പരാതിപ്പെട്ടു. സബ് ട്രഷറി ഡ്യൂട്ടിക്കിടെ സിമന്റ് തേപ്പ് അടർന്നു വീണ് പോലീസുകാരന് പരിക്ക്. കുന്നംകുളം സബ് ട്രഷറി ഡ്യൂട്ടിക്കിടെ പോലീസുകാരുടെ തലയിലേക്ക് വാർപ്പ് കെട്ടിടത്തിന്റെ സിമന്റ് തേപ്പ് അടർന്നു വീണു. മൂക്കിന് പരിക്കേറ്റ കുന്നംകുളം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ ആലപ്പുഴ സ്വദേശി പുരന്ദരനെ കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തല സ്കാനിങ്ങിന് വിധേയമാക്കി. ഇന്ന് ഉച്ചയ്ക്കാണ് സംഭവം. ട്രഷറി ഡ്യൂട്ടിക്കായി പ്രധാന കെട്ടിടത്തിനുള്ളിൽ നിൽക്കുമ്പോഴാണ് കെട്ടിടത്തിന്റെ സീലിംഗ് വലിയ ശബ്ദത്തിൽ താഴേക്ക് അടർന്നു വീണത്. കട്ടിയുള്ള സിമന്റ് തേപ്പ് പോലീസുകാരന്റെ തലയിലേക്കാണ് വീണത്. തല ധരിച്ച് നിലത്തിരുന്ന പുരന്ദരന്റെ മൂക്കിന്റെ പാലം പൊട്ടി. സബ് ട്രഷറി കെട്ടിടത്തിന്റെ പല ഭാഗത്തും സിമന്റ് തേപ്പ് അടർന്നു നിൽക്കുന്നുണ്ടെന്ന് ജീവനക്കാർ പറഞ്ഞു. കാവിലക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ
നക്ഷത്ര വൃക്ഷത്തൈ നടൽ മാടമ്പ് കുഞ്ഞുകുട്ടൻ നിർവഹിച്ചു. ചിറ്റഞ്ഞൂർ കാവിലക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ നക്ഷത്ര വൃക്ഷത്തൈ നടൽ ക്ഷേത്രം ഭരണസമിതിയുടെയും അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ ശ്രീ മാടമ്പ് കുഞ്ഞുകുട്ടൻ നമ്പൂതിരി ആദ്യ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പ്രസ്തുത ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് ശ്യാംപ്രസാദ് ചാട്ടുകുളങ്ങരെ, സെക്രട്ടറി രവി കാഞ്ഞിരപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റ് KR അനൂപ്, ദേവസ്വം മെമ്പർമാർ, അയ്യപ്പൻ വിളക്ക് കമ്മിറ്റി ചുമതലക്കാരായ രാജൻ ഉപ്പത്തിൽ, സജീവ് ചാട്ടുകുളങ്ങര, ഹരിദാസൻ, ചന്ദ്രൻ തോട്ടുപുറത്ത് എന്നിവർ നേതൃത്വം നൽകി. കക്കാട് ദേവസ്വം പ്രസിഡന്റ് സുവിൻദാസ്, ഡോക്ടർ വേണുഗോപാൽ, അക്കിക്കാവ് ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ രാധാകൃഷ്ണൻ, സിനിമാ സഹസംവിധായകൻ ഫൈസൽ വയലത്തൂർ, വാർഡ് കൗൺസിലർ സന്ധ്യ പ്രഭു, മുനിസിപ്പൽ കൗൺസിലർമാരായ KK മുരളി, ഗീത ശശി എന്നിവർ പ്രസംഗിച്ചു. എൻ്റെ അമ്പലത്തിലെ കാരണവൂരാണ് അവിടെയാണ് ഈ നമ്പീശന്മാർ അവിടുത്തെ കലക്കാരും കൂടിയാണ്. അങ്ങനെ ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാനമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM & Sons, ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ്, കുന്നംകുളം. ഫോൺ 9446 145776, 9446 145778.
മാലിന്യം പുറത്തേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി. പെരുമ്പിലാവ് സെന്ററിലുള്ള ഹോട്ടലിൽ നിന്നും മാലിന്യം പുറത്തേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി ഉയരുന്നു. പെരുമ്പിലാവ് ചൂണ്ടലാത്ത് ഹോട്ടലിൽ നിന്നുള്ള മാലിന്യമാണ് പുറത്തെ കാനയിലേക്ക് ഒഴുക്കുന്നത്. ഹോട്ടലിൽ നിന്നുള്ള മാലിന്യം പൈപ്പ് വഴിയാണ് ആരും കാണാത്ത വിധം കാനയിലേക്ക് ഒഴുക്കിവിട്ടിരുന്നത്. നാട്ടുകാരുടെ ശക്തമായ പരാതിയിൽ സ്ലാബ് പൊക്കിയ ശേഷം നടത്തിയ പരിശോധനയിലാണ് ഹോട്ടലിൽ നിന്നുള്ള മാലിന്യം ഒഴുക്കിവിടുന്നതായി കണ്ടെത്തിയത്. ഹോട്ടലിന് നോട്ടീസ് നൽകി അധികൃതർ ഹോട്ടൽ അടപ്പിച്ചു. കഴിഞ്ഞ വർഷവും ഇത്തരം സംഭവത്തെ തുടർന്ന് ഈ ഹോട്ടൽ അടച്ചുപൂട്ടിയിരുന്നു. പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. KBTA കാരുണ്യയാത്രയിൽ ലഭിച്ച തുക വൃക്കരോഗിക്ക് കൈമാറി. വൃക്കരോഗിയെ സഹായിക്കാൻ ചികിത്സാ ചെലവിനുമായി സ്വകാര്യ ബസ് നടത്തിയ കാരുണ്യയാത്രയിൽ പിരിഞ്ഞു കിട്ടിയ തുക KBTA വൃക്കരോഗിക്ക് വിതരണം ചെയ്തു. വൃക്കരോഗിയായ തണ്ണീർക്കോട് പുല്ലാനിയിൽ കമറുദ്ദീനെ കുന്നംകുളം SI UK ഷാജഹാൻ ചികിത്സാ ധനസഹായമായി 21,500 രൂപ നൽകി. ചികിത്സാ ധനസഹായ ഫണ്ട് സ്വരൂപണത്തിനായി പട്ടാമ്പി ഗുരുവായൂർ റൂട്ടിലോടുന്ന കിങ്സ് വേ ബസ്സാണ് കാരുണ്യയാത്ര നടത്തിയത്. ധനസഹായ വിതരണ ചടങ്ങിൽ KBTA ജില്ലാ സെക്രട്ടറി VV മുജീബ് റഹ്മാൻ, ബസ് ഉടമ ഷാഫി, ഭാരവാഹികളായ ജോൺ ജേക്കബ്, PG വിശ്വനാഥൻ, MV വിനോദ്, അഷറഫ് എന്നിവർ പങ്കെടുത്തു. ചരമം. പെരുന്തിരുത്തി മൂർത്താട്ടിൽ കുഞ്ഞൻ ഭാര്യ ജാനകി 75 വയസ്സ് നിര്യാതയായി. ശവസംസ്കാരം ഇന്ന് 4 മണിക്ക് അയനൂർ ശാന്തി തീരത്ത് നടന്നു. വിപണി. അടയ്ക്ക പുതിയത് 4,131 രൂപ മുതൽ 4,406 രൂപ വരെ. രണ്ടാം തരം 2,800 രൂപ മുതൽ 3,400 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരുമ്പിലാവ് അൻസാർ സ്കൂളിൽ നിന്നും മാലിന്യം പുറത്തേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി. ഹോട്ടൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെ ശക്തമായ നടപടിയുമായി കുന്നംകുളം നഗരസഭ. സബ് ട്രഷറി ഡ്യൂട്ടിക്കിടെ സിമന്റ് തേപ്പ് അടർന്നു വീണ് പോലീസുകാരന് പരിക്ക്. കാവിലക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ നക്ഷത്ര വൃക്ഷത്തൈ നടൽ മാടമ്പ് കുഞ്ഞുകുട്ടൻ നിർവഹിച്ചു. പെരുമ്പിലാവ് സെന്ററിൽ ഹോട്ടൽ മാലിന്യം പുറത്തേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി. KBTA കാരുണ്യയാത്രയിൽ ലഭിച്ച തുക വൃക്കരോഗിക്ക് കൈമാറി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.